പാടെ വെൽക്കം ടു ടി റൈസ് ടു വിറ്റ്. ഇന്ന് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ക്യാമറ ഓണാക്കി വെച്ചാൽ എന്താവുന്നത് എത്ര കാണാം. സോ നമുക്ക് ആദ്യം തന്നെ പോയി പല്ലിയിക്കാം. നമ്മൾ പറ്റിച്ചു. ഞാൻ നേരത്തെ പല്ലിയിച്ചായിരുന്നു. എൻ്റെ മുടി കൂൺ പോലെയല്ലേ ഇന്ന്. എൻ്റെ മുടി നിങ്ങൾ കണ്ടോ? ഇല്ല. ഞാൻ പല്ലിയിച്ചു. ഇനിയൊന്നുമില്ല. നമ്മളിനി എന്ത് ചെയ്യും? എനിക്കൊരു പ്ലാനും ഇല്ല. ചുമ്മാ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കാന്നൊക്കെ പറഞ്ഞ് വന്നതാ. എന്തായാലും പക്ഷേ അത് പോസ്റ്റ് ചെയ്യും. ഞാൻ സാധാരണ വീട്ടിൽ കൂടെ ഡ്രസ്സ് ഇടാത്തരാ. പക്ഷെ ഞാൻ ഇന്നിതിടും. ഇത് പെൺപിള്ളേർ ജിം ഷൂട്ട് വരികയാണ്. ഞാൻ ഇടുമ്പോൾ കറക്റ്റ് അതിലുണ്ടാവും. പിന്നെ ഞാൻ എന്തിനാ ബെനിനെ ഇടറെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് വെക്കാൻ. എനിക്ക് ക്യാമറയിൽ ഓഡിയോ മര്യാദക്കിട്ടുള്ള വാട്ട് ദ ഹെൽ മാൻ. കറക്റ്റ് അതുപോലെ ഇല്ലേ? തെറ്റിയിരിക്കണ്ട, ഞാൻ കൊച്ചാണ്. ഇനി മൈക്ക് വയ്ക്കാം. സോ ദിസ് ഈസ് മൈ മൈക്ക്. നമ്മളത് ഇവിടെ കുത്തിവയ്ക്കും. ഇനി ഞാൻ പറയുന്നതെല്ലാം നന്നായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ എന്താ കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യട്ടെ പിന്നെ വാ പോ. ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷേ ഈ ക്യാമറ പിടിക്കാൻ കുറച്ച് മെനക്കേടാ. ഇത് നോർമൽ രീതിയിലുള്ള ഫോൺ പിടിച്ചോളാം. അതുപോലെ അല്ലേ ഞാൻ ക്യാമറ പിടിച്ചേക്കണത്. ഞാൻ തിരിച്ചു കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇങ്ങനെ ഒരു രീതിയിലാണ് ക്യാമറ ഇരിക്കുന്നത്. നമുക്ക് ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ. ഫോക്കസോ? ഓക്കെ, ഫോക്കസ് ആയി. ഫ്രണ്ട് വ്യൂ. നമുക്ക് ഇനി ബാക്കോട്ട് ഇരിക്കണമെങ്കിൽ തിരിക്കണം. കണ്ടോ? ഇങ്ങനെ തിരിക്കണം. എനിക്ക് എന്ത് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞോളാം. പക്ഷെ ഞാൻ ജിമ്മനാ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഫസ്റ്റത്തെ ഫുഡ് ചെയ്യാം. ഫസ്റ്റത്തെ മീല് തിന്നാം. ഓക്കെ, ബൈ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, 1 2 3 4 5 5 മുട്ട. നമ്മൾ രാവിലെ 5 മുട്ട കഴിക്കും. ഉച്ചയ്ക്ക് 2 മുട്ട 5 മുട്ട കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി വന്നു കഴിഞ്ഞിട്ട് പിന്നെ 5 മുട്ട കഴിക്കും. ടോട്ടൽ 15 മുട്ട കഴിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു അച്ചീവ് മൈ ഡ്രീം ഫിസിക്. സാധാരണ ഞാൻ ഇങ്ങനെ ഡയലോഗ് അടിച്ച് ഒരു 10-12 ടേക്ക് എടുക്കും. അറിയാലോ? അങ്ങനെ അറിയാനാ? 10-12 ടേക്ക് അടിക്കും ഞാൻ. എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് എടുത്ത ഷോട്ട് തന്നെ ഫൈനലൈസ് ചെയ്യുകയും ചെയ്യും. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോർ മൈ സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ ഈ വ്ളോഗിൻ്റെ അകത്ത് ഞാനെല്ലാം ഒറ്റ ഷോട്ട് എടുത്തിട്ടുള്ളൂ. കാരണം എന്നാ, ഞാൻ രാവിലെ എണീറ്റിട്ട് നേരെ ഈ പണിക്ക് ഇറങ്ങി. എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ ഇത് ബോറായിട്ട് ഫീൽ ചെയ്യണ്ടോന്ന്. പക്ഷേ സഹിച്ചോ. ഞാൻ ഇങ്ങനെ ബ്ലാ 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 ടോക്ക് അടിക്കും. ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാട്ടിട്ടോ. ഇത് പൊട്ടിക്കാൻ എന്ത് പാടാ. ഇത് കടയിൽ നിന്ന് വേണം മുട്ടയല്ല. എൻ്റെ വീട്ടിൽ ബബ്ബ ഇട്ടതാ. പക്ഷെ എനിക്ക് ചേത്താക്കളെ ഇഷ്ടമല്ല. എന്നിട്ട് അമ്മ എന്നോട് ചോദിക്കും, നിനക്ക് കോഴികളെ ഇഷ്ടമല്ല, പക്ഷെ അതിന്ന് മന്നി ഇതിഷ്ട. എനിക്ക് ഇഷ്ടമല്ല ജന്തുക്കളെ. അതിന് ഞാൻ നോക്കുമ്പോ അത് പുറകിക്കൂടെ അപ്പിയിടും. എനിക്കത് ഇഷ്ടമല്ല. അതിന് ഉപ്പിടണം. ഉപ്പെടുത്തോണ്ടരട്ടെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ഉപ്പോടെ? ഉപ്പ് കോപ്പ് പൊടിയില്ല. അതേ ഇരിക്കുന്നു. ഉപ്പോടെയാന്നറിയോ? ദേ ഇരിക്കണു ഉപ്പ്. ഇത് ഞാൻ മൊത്തം ഒന്നും ഇടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ കോപ്രായം പറയണതൊക്കെ എനിക്ക് തന്നെ, ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഞാൻ പറയുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നൂല. സോ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് പോലും അറിഞ്ഞൂടാ. നമുക്കിനി ഇളക്കാം. കടുകുവറ. ഇതൊക്കെ ഷൂട്ട് ചെയ്തേ മൈക്ക് കണക്റ്റ് ആവാണ്ടായിരിക്കണം. അന്നത്തോടെ ഞാൻ നിർത്തും ഈ പരിപാടി. ആദ്യം ഇളക്കി എനിക്ക് തന്നെ കുറഞ്ഞു. നമുക്കിനി പൊരിക്കാം. പിന്നെ അന്യനോ ഞാൻ മണിനെ ഞെക്കണം. നല്ല സൗണ്ട് അല്ലേ? ഇനി ഫ്ലെക്സ് ചെയ്യാം. ഒന്നും ആയില്ല. രാവിലെ എന്നിട്ട് എന്ത് കാണിക്കാനോ? അല്ല ജിമ്മിൽ പോയിട്ട് പമ്പ് ചെയ്തിട്ട് കാണിക്കാം. നമുക്ക് ജിമ്മിൽ പോവാം ഒരുമിച്ച്. അത് ഞാൻ പറയാൻ മറന്നുപോയി. നമുക്കിന്ന് ഒരുമിച്ച് ജിമ്മിൽ പോവാം. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് ജിമ്മിൽ പോവാം. ജിമ്മിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, വർക്കൗട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി മുട്ട പൊരിക്കാം. സോ ബൈ. കാണാവോ? കാണാം. എനിക്കറിയാം നിങ്ങൾക്ക് കാണാമെന്ന്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് തന്നെ കാണിക്കാൻ ആര് പറഞ്ഞു തരാനാ?
ബിക്കോസ് ഈ വീട്ടിൽ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പഠിക്കാനൊന്നും പോണ്ടെന്ന് ചോദിക്കും. എന്റെ പഠിത്തം കഴിഞ്ഞു ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് ചോറെടുക്കാൻ പോയപ്പോ അത് കഞ്ഞി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചു ചോദിച്ചു. അമ്മേന്റെ അടുത്ത് പറഞ്ഞു 10 മിനിറ്റ് തിളപ്പിക്ക്, എന്നിട്ട് അത് നീ എടുത്ത് തിന്നോളാൻ. രാവിലെ ഇവിടെ നല്ല ദോശയുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഇറങ്ങൂല. സോ നമുക്ക് ആ 10 മിനിറ്റ് കൊണ്ട് ഈ പാത്രം മൊത്തം കാണാം. പാത്രം മൊത്തം കഴുകാം. ഞാൻ ഒരു കുടുംബിനിയായി ഗൈസ് ഇന്ന്. അല്ലെങ്കിൽ തന്നെ ഞാനാ കഴുകാറ്. പറഞ്ഞിട്ടാണ് ഞാൻ കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാതില്ലല്ലോ, എന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ ഇരിമല തനലോരം കളിയാടാമീ തിരിമല തരലോളം. റിലിക്സ് എല്ലാം പൊട്ടത്തെറ്റാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്ത് കാണിക്കാനാ കേട്ടോണ്ടിരിക്കണേ? സ്കേപ്പ് കാണാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വൈഡ് ആംഗിൾ നിർത്താക്കണം, അതിനനുസരിച്ച് ക്വാളിറ്റി കുറവുണ്ടാവും. സൈസൊക്കെ ഫുഡ് ചെയ്യാം. ആൻഡ് ഈ വ്ളോഗിൻ്റെ ഉദ്ദേശമോ അല്ലെങ്കിൽ എന്തോന്ന് എന്നോട് ചോദിക്കുന്നത് ഒക്കെ ഫോർമലായി പോയില്ലേ. ഞാൻ എന്ത് വെള്ളടിച്ചോലെ സംസാരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഓക്കെ. നമുക്ക് തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ജിമ്മിൽ പോവാം. ഇപ്പോഴല്ല, വൈകുന്നേരം. ഇപ്പോൾ സമയം എത്രയായി? സൂം ചെയ്ത് കാണിച്ചു തരാം. സോമാവ്. ഇപ്പോൾ സമയം 11:30 സോ നമുക്കിനി എല്ലാം കാണാം. എല്ലാം കഴിഞ്ഞിട്ടാണ്. ബൈ ഗൈസ്. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ കൂടെ ഒരു ബൈക്ക്. ഹായ് നമ്മൾ അങ്ങനെ ജിമ്മിലേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നല്ല ഓക്കോർഡായിട്ട് വന്നിട്ടുണ്ട്. കാരണം മെയിൻ റോട്ടിൽ കൂടെ ഞാൻ പൊട്ടത്തരം കഴിച്ചുകൊണ്ട് നടക്കണേ. നോക്ക്. സോ നമുക്ക് ജിമ്മിൽ എത്തിയതിനു ശേഷം നമുക്ക് ഇനി കാണാം. എന്നെ പോണ ആൾക്കാരൊക്കെ എന്നെ ഇവനെന്താ വയ്യേ എന്നുള്ള രീതിയിൽ നോക്കും. സോ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ബൈ. എന്നെ തൊലിക്കട്ടി സമ്മതിക്കണം. ആ ചേട്ടനെ തുറച്ചു നോക്കുകയായിരുന്നു. എത്തി ഗൈസ്. ആരെങ്കിലും ഉണ്ടാവും ആയിരിക്കണം എൻ്റെ ആശ. നമ്മൾ ജിമ്മിലെത്തി. ആശ ഹായ് പറയുമോ? ആശാനെ ഹായ് പറയും. ഹായ്. സൂപ്പർ. വർത്താനം പറ. ഇത് എത്ര ആച്ചത്? അല്ല, ഇത് എത്ര ആച്ചത്? അത്രേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ അകത്ത് വർത്തമാനം പറഞ്ഞാൽ അതിന്റെ അകത്ത് കിട്ടും. വോയിസ് റെക്കോർഡാണ്. അത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫോൺ വേണ്ട, ഇത് വെച്ച് സംസാരിച്ചിട്ട് കാര്യങ്ങള്. നമുക്കിനി വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം. നമുക്കിനി വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം. കേട്ടായിരുന്നാവോ? സോ ഫ്രണ്ട്സ്, നമ്മുടെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങാനുള്ള പോക്കിലാണ്. സോ വ്ളോഗ് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഉറങ്ങാം. ടാറ്റ ബൈ. ഞാനും ഉറങ്ങാൻ പോവാം. ഓടാ.